ഇനി ഒരിക്കലും പുറത്തു പോകേണ്ട വ്യക്തിയല്ല. കാര്യങ്ങൾ തുറന്നു പറയുകയും മറ്റുള്ളവർക്ക് വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും നോക്കാതെ എടുത്തടിച്ച് മറുപടി പറയുന്ന വ്യക്തിയാണ് ബിന്നി. പക്ഷെ ബിന്നി ഇപ്പൊ പോകേണ്ട വ്യക്തിയല്ല. പക്ഷെ ഒരു കാര്യം, ബിന്നി ഇതൊക്കെ പറയാൻ തുടങ്ങിയത് എന്നാണെന്ന് അറിയാമോ? വൈൽഡ് കാർഡ് വന്നതിന് ശേഷം. വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പുള്ള ബിന്നി എന്ന് പറയുന്നത് അക്ബർ, അക്ബാരി ശരത്ത്, അന്നത്തെ ജിസയില്, ആര്യം തുടങ്ങിയവരുടെ ഇടയിൽ പെട്ടുകിടന്ന ബിന്നിയായിരുന്നു നമ്മൾ കണ്ടത്. അന്ന് ബിന്നി ഒരു കാര്യം തുറന്നു പറയുകയോ ആരെങ്കിലും ചെയ്യുന്ന കുറ്റങ്ങളെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇതാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെയാണെന്നൊക്കെ അന്നും ബിന്നി പറഞ്ഞിരുന്നെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിക്കാൻ ബിന്നിക്ക് പറ്റുമായിരുന്നു. ബിന്നി കാണുമെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സീരിയലിനകത്ത് കൂടെ വന്നതാണ്, ആൾക്കാർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അന്നും ബിന്നി തുടക്കത്തിൽ ഇങ്ങനെ ചെയ്തിരുന്നു എങ്കിലും ബിന്നി എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തുടക്കത്തിലെ മനസ്സിന് ഇടം പിടിക്കണം ആൾക്കാരുടെ. പക്ഷെ അതൊന്നും ചെയ്യാത്ത ബിന്നി വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? തന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ, പുറത്ത് തന്നെ കുറിച്ചുള്ള നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബിന്നി എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയാം? തിരിച്ച് പ്രതികരിക്കാനും മറുപടി കൊടുക്കാനും അത്യാവശ്യത്തിന് മറുപടിയൊക്കെ കൊടുത്ത് പിടിച്ചു നിൽക്കാനും തുടങ്ങി. ആ ബിന്നി തുടക്കത്തില് അത് ചെയ്തിരുന്നെങ്കിൽ ബിന്നിയുടെ ഗ്രാഫ് നല്ലതുപോലെ ഉയർന്നേനെ. അതിനുശേഷം ബിന്നി ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബിന്നിയുടെ ആൾക്കാരുടെ ഇടയിലേക്ക് മനസ്സിനിടയിലേക്ക് സ്ഥാനം പിടിക്കാൻ ബിന്നിക്കിവിടെ കഴിയാതെ പോകുന്നുണ്ട്. കാരണം ബിന്നിക്ക് കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് നേടിക്കൊടുത്തത് അക്ബറാണ്. ആ കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് എന്ത് സംഭവിക്കുന്നത്? പ്രേക്ഷകരുടെ ഇടയിലും പെട്ടുപോകുന്നു ബിന്നി. സത്യത്തിൽ കുത്തിത്തിരിപ്പ് ബിന്നി അവിടെ അധികം നടത്തുന്നില്ല. അതിനേക്കാൾ കൂടുതൽ കുത്തിത്തിരിപ്പ് നടത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്തുണ്ട്. പക്ഷെ ബിന്നി അതിനകത്ത് പെട്ടുപോവുകയാണ് ചെയ്തത്. ആ ഒരു ഗ്യാങ്ങിനകത്ത് പെടാതെ ഒറ്റയ്ക്ക് നിന്ന് എന്തിനും പ്രതികരിക്കാനായിട്ട് ബിന്നി നിന്നിരുന്നെങ്കിൽ സത്യത്തിൽ ബിന്നി ഇവിടുന്ന് പുറത്തു പോകത്തില്ല. ഫൈനൽ ഫൈവില് ബിന്നി എത്തിയേനെ. കാരണം ബിന്നി നല്ലൊരു ഗെയിമറാണ്. നല്ലതുപോലെ ഗെയിം കളിക്കും, കാര്യങ്ങൾ എടുത്തെടുത്ത് മറുപടി പറയും. എന്ത് പറയണം എന്ത് പറഞ്ഞുകൂടാന്ന് ബിന്നിക്ക് നല്ലതുപോലെ അറിയാം. ആ ബിന്നിയാണ് ഇന്ന് ഔട്ടായിരിക്കുന്നത്. ബിന്നിയുടെ ഗെയിം കൊണ്ട് കളഞ്ഞത് ബിന്നി തന്നെയാണ്. തുടക്കം മുതൽ ബിന്നി ഒറ്റയ്ക്ക് നിന്നിരുന്ന ബിന്നി തന്നെ ഒരുപക്ഷെ ഫൈനൽ ഫൈവിലെത്തി വിന്നറാകാൻ പോലുള്ള സാധ്യത പോലും ബിന്നിക്കുണ്ടായിരുന്നു. പക്ഷെ ബിന്നി അത് ചെയ്തില്ല. ബിന്നി പെട്ടുപോയതാണ് സത്യത്തിൽ. അന്നേരം ബിന്നിയുടെ ഗെയിം അടിപൊളി ഗെയിമാണ്. കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടടുത്ത് തുറന്നു പറയുകയായിരുന്നു. കൂടെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ബിന്നി നിൽക്കുന്നില്ലായിരുന്നു. അത് തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അവസാനമൊക്കെ വന്നപ്പോഴത്തേക്ക് ബിന്നി ആകെ മാറിയിരുന്നു. എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയായിട്ട് ബിന്നി മാറിയിരുന്നു.